Dear students, welcome to our online class. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, പ്രൊജക്ട് ടൈഗർ പാർട്ട് 4 എന്ന ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അവർ ഭാരത് സർക്കസിൽ പോകുന്നു, കടുവയെ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഇനി നമ്മൾ ഷൂട്ടിങ്ങിലോട്ട് പോവുകയാണ്. നമ്മുടെ തോററ്റ് 2 കടുവകളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്ന് ഇമാജിൻ ചെയ്യുക. മിസ്റ്റർ തോററ്റ്സ് men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. ഓക്കെ, മിസ്റ്റർ തോററ്റ് അദ്ദേഹത്തിൻ്റെ ആളുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇവിടെ കടുവയെ അണിനിരത്താൻ, അതായത് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. So Mr. Thorett's men had fixed a 5-foot iron rod to the ground. അതായത് ഏകദേശം 5 അടിയോളം വരുന്ന ഒരു ഇരുമ്പ് ദണ്ട് നമ്മളെ മണ്ണിൽ തറച്ച് വെക്കുന്നു, അല്ലെ, അടിച്ച് വെക്കുന്നു. എന്തിനാണ്, എവിടെയാണ് നമുക്ക് നോക്കാം. നമുക്ക് about 30 feet from the area where the tiger was supposed to take a walk. ഓക്കെ, അതായത് ഏകദേശം 30 അടി പുറകിൽ അല്ലെങ്കിൽ 30 അടി വിട്ടിലാണ് ഈ 5 അടി വരുന്ന ഇരുമ്പ് ദണ്ട് അടിച്ചു വെച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ അപ്പുറത്തിലൂടെയാണ്, അതായത് അപ്പുറം ഭാഗത്തിലൂടെയാണ് നമ്മുടെ കടുവ നടക്കേണ്ടത്. അതായത് ഇപ്പോൾ സാറ് നിൽക്കുന്ന ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ കടുവ പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 30 അടി ദൂരം അപ്പുറത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ അയൺ റോഡ് സ്ഥാപിച്ചിട്ടുള്ളത്. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. Okay, അവർ പിന്നീട് എന്തെടുത്തു? തിൻ ലോങ് വയർ ആൻഡ് ഫിക്സഡ് വൺ എൻഡ് ടു ദ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? കടുവാത്തോല് കൊണ്ട് ഒരു കോളറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കഴുത്തിൽ ഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വയറുണ്ടല്ലോ, അത് നമ്മുടെ കടുവാത്തോലിനോട് ബന്ധിപ്പിക്കുന്നു. That the tiger was already wearing. ആ തോല്, അതായത് ആ കോളർ ഓൾറെഡി നമ്മളെ കടുവ ധരിച്ചിട്ടുണ്ടായിരുന്നു. The other end was tied firmly, strongly to the visible portion of the iron rod. അതായത് ഒരറ്റം ആ കോളറിനോടും മറ്റേ അറ്റം നമ്മൾ നേരത്തെ ഭൂമിയിൽ തറച്ചു വെച്ചിട്ടുള്ള ആ അയൺ റോഡിലും നമ്മൾ ഘടിപ്പിച്ചു. The door of the one of the cages was unfastened, opened, and Mr. Thorett called out to the tiger. അതായത് 2 കൂടുണ്ടായിരുന്നു, അതായത് 2 കടുവകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിൻ്റെ ഒരു കൂടിൻ്റെ ലോക്ക് തുറന്നു. ഫാസ്റ്റനഡ് അല്ലെ, ഘടിപ്പിക്കുക, അൺഫാസ്റ്റനഡ് അല്ലെ, തുറക്കുക. ആൻഡ് മിസ്റ്റർ തോററ്റ് കാൾഡ് ഔട്ട് ടു ദ ടൈഗർ. അങ്ങനെ നമ്മുടെ തോററ്റ് എന്ത് ചെയ്യാണ്? കടുവയെ വിളിക്കുകയാണ്. It responded almost at once and sprang out of its cage to land on the open space outside എന്നാ പറഞ്ഞിട്ടുള്ളത്. It responded almost at once. അതായത് വിളിച്ചതും ഈ കടുവ ആ വിളി കേട്ടു. And sprang out of its cage. Sprang out, കുതിച്ച് എന്ത് ചെയ്യുക? ചാടുക, അല്ലേ? അതായത് sprang out its cage to land on the open space outside. What followed was totally unexpected. അതായത് കടുവ എങ്ങനെ എന്ത് ചെയ്യുന്നു? ചാടുന്നു. എങ്ങോട്ട്? പുറത്തുള്ള ഓപ്പൺ സ്പേസിലോട്ട്, അതായത് നമ്മുടെ ബാംബു ഗ്രോവിലോട്ട്. പിന്നീട് എന്താ നടന്നത്? വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അതെന്തായിരുന്നു? ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നീട് എന്താ നടന്നത് ഇവർക്ക് ആർക്കും അറിയില്ല. അത് ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. One look at Mr. Thorett's startled and helpless face. Startled, പേടിച്ച, helpless face എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥയോട് കൂടി നിൽക്കുന്ന, അല്ലെ, told us that he was taken aback as the rest of us. Astonished, അന്തം വിട്ടുകാണ് നിൽക്കുക എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം. അതായത് ആർക്കും നമ്മളെ തോററ്റിന്റെ പേടിച്ചരണ്ട നിസ്സഹായാവസ്ഥയിലൂടെ കൂടി നിൽക്കുന്ന ആ മുഖത്ത് നോക്കിയാൽ അറിയാമായിരുന്നു അദ്ദേഹവും ഞങ്ങളെപ്പോലെ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ക്രൂവും ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ
the tiger started prancing around with tremendous enthusiasm. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി വാക്കിംഗ് കാംലി, പതുക്കെ നടക്കുന്നതിൻ്റെ പകരം ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ, ഒരു അന്തസ്സോട് കൂടിയിട്ട് പതുക്കെ നടക്കുന്നതിൻ്റെ പകരം ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൗണ്ട് വിത്ത് ട്രമൻഡസ് enthusiasm. അല്ലേ, എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പറഞ്ഞിട്ടുള്ളത്? ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ്, അല്ലേ, ടു മൂവ് വിത്ത് ഹൈ സ്റ്റെപ്സ്, അതായത് വലിയ വലിയ ചുവടുകൾ വെച്ചിട്ട് ട്രമൻഡസ് enthusiasm, അത്യുത്സാഹത്തോട് കൂടിയിട്ട് കടുവ നടക്കുകയാണ്. കാരണം ഇതുവരെ ആ കടുവ കൂട്, അതുപോലെ തന്നെ സർക്കസ്, അല്ലെ, കേജ് ടു സർക്കസ്. ഇവിടെ ഇന്ന് ആ കടുവ കേജ് ടു ഗ്രോ, അല്ലെ, നമ്മുടെ ബാംബു ഗ്രോയിലോട്ട് എത്തുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ആ കടുവ. പതുക്കെ നടക്കുന്നില്ല, വലിയ വലിയ ചുവടുകൾ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ആ കടുവ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കടുവക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അതായത് സർക്കസിലെ കടുവയാണ്. ഇറ്റ് ലീപ്ഡ്, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to tiger's collar in a futile attempt. Futile, having no purpose, ഒരു കാര്യമില്ല, നിഷ്ഫലമായിട്ടുള്ള ശ്രമം ഇതൊക്കെ പറയാം. ഇനി ഇറ്റ് leaped, spring through the air, അതായത് തുള്ളിച്ചാടുക എന്നൊക്കെ നമുക്ക് പറയാം. ജമ്പ്, ചാടുക, റോൾഡ് അബൌട്ട്, അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മറിയുക. അതായത് കടുവ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ്? ലീപ് ചെയ്യുന്നു, അല്ലെ, തുള്ളിച്ചാടുന്നു, ജമ്പ് ചെയ്യുന്നു, റോൾ ചെയ്യുന്നു. ആൻഡ് ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ. എന്താ മക്കളെ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഡ്രാഗ് ചെയ്യുക, വലിക്കുക, സ്ക്രോൾ ചെയ്യുക, അല്ലെ. ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ ഹു വാസ് desperately clutching the wire tied to tiger's collar in a futile attempt. അതായത് നമ്മുടെ തോററ്റ് കടുവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് പിടിച്ചിട്ട്? ആ വയറ് പിടിച്ചിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കടുവ നമ്മുടെ തോററ്റിനും വലിച്ചയച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? തുള്ളിച്ചാടുന്നു, അതിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നു? നടക്കുന്നു, അല്ലെ. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ tied to the tiger's collar in a futile attempt to bring it under control. അതായത് അദ്ദേഹം ആ കടുവയെ അദ്ദേഹത്തിന്റെ കൺട്രോളിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ഓക്കെ, വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി, അതായത് ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ ചുറ്റും എന്താ അറിയില്ല, ഫൂളിഷ്ലി, അല്ലേ, അതായത് ഞങ്ങൾ വിഡ്ഢികളെ പോലെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. അതായത് ഞങ്ങൾ എന്തോ പ്രത്യേക തരത്തിലുള്ളൊരു സർക്കസ് കാണുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതായത് വെറുതെ ഞങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുക? ഒരു സർക്കസ് അവതരിപ്പിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം, ഈ കടുവ ഭാരത് സർക്കസിലേതാണ്. അവിടെ ഈ കടുവക്ക് ആകപ്പാടെയുള്ള ട്രെയിനിങ് ലഭിച്ചിട്ട് എന്തിനൊക്കെ ആയിരിക്കാം? ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ, ജമ്പ് ചെയ്യാൻ, റോൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് ലഭിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ പ്രാൻസ് ചെയ്യാനുള്ള. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ആക്ട് അവർ ടൈഗർ ബിഹേവ്ഡ് ലൈക്ക് ഇൻ എ സർക്കസ്. അതായത് അഭിനയിക്കുന്നതിന് പകരം സർക്കസിലെ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതികരിക്കുകയാണ് നമ്മുടെ കടുവ ചെയ്തത്. The camera was still standing on its 3 legs. നമ്മുടെ ട്രൈപോഡിൽ ഇപ്പോഴും ക്യാമറ നിൽക്കുന്നുണ്ട്. എന്തിനാ ഫേസ് ചെയ്ത് കാണുന്ന പറഞ്ഞിട്ടുള്ളത്? മരങ്ങളെയൊക്കെ, അല്ലേ. സ്റ്റെയർ മീൻസ് തുറിച്ച് നോക്കുക, അല്ലെ, തുറിച്ചിട്ട് സ്റ്റെയറിങ് ഇൻ ടു ദ വുഡ്. ബട്ട് ദ ടൈഗർ വാസ് ഷോവിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദയർ. പക്ഷേ കടുവ അടങ്ങുന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കറിയാം, ഇവിടെ ഇവർ ഷൂട്ട് ചെയ്യാനായിട്ട്, ആ സിനിമയുടെ രംഗം ഷൂട്ട് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോപിയും ബാഗയും ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. ആരുടെ പ്രസൻസിൽ? കടുവയുടെ പ്രസൻസിൽ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ആക്ട് അവർ ടൈഗർ ബിഹേവ്ഡ് ലൈക്ക് ഇൻ എ സർക്കസ്. എന്നാൽ നമ്മുടെ കടുവയാണെങ്കിലോ അഭിനയിക്കേണ്ടതിൻ്റെ പകരം സർക്കസിലെ പോലെ അഭിനയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ സത്യജിത് റായും ടീമൊക്കെ എന്ത് ചെയ്തു? അന്തം വിട്ടിട്ട് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യാണ്? നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോവാം. Once the tiger had calmed down, we managed to take
few shots we needed. എല്ലായ്പ്പോഴും കടുവ ഇങ്ങനെ തന്നെ ഇരിക്കുമോ? അതായത് തുള്ളിച്ചാടുക, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അങ്ങനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ. കടുവ അടങ്ങി. വി മാനേജ് ടു ടേക്ക് ഫ്യൂ ഷോട്ട്സ് വി നീഡഡ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് രംഗങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു? ചിത്രീകരിച്ചു, എടുത്തു. കടുവ അടങ്ങി. പിന്നെ ഗൂബിയെയും ബാഗയും വെച്ചു. കടുവ ഇതിലൂടെയൊക്കെ നടത്തിച്ചിട്ട് അവർക്ക് ആവശ്യമുണ്ടായിരുന്ന പിന്നെ എന്ത് ചെയ്തിട്ടുള്ള സീൻസുകളൊക്കെ അവരെടുത്തു. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇത് നമ്മുടെ കഥയുടെ അവസാനമാവുമായിരുന്നു. ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ, we realized that the camera had failed to work properly. എന്താ പറഞ്ഞില്ലേ? ബട്ട് വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് ലുക്ക് അറ്റ് ദ സീൻസ്, അതായത് ഇന്നത്തെ പോലെ അപ്പോൾ തന്നെ ചിത്രീകരിച്ച രംഗങ്ങൾ നോക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവർ കൽക്കട്ട സ്റ്റുഡിയോയിലോട്ട് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആൻഡ് ലുക്ക് അറ്റ് ദ സീൻസ് വിത്ത് ദ ടൈഗർ. എന്നിട്ട് അവർ കടുവയുമായിട്ടുള്ള രംഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദേ റിയലൈസ്ഡ് ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. അതായത് ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി, അതായത് ക്യാമറ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിൽ ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ദാറ്റ് മീൻസ് സം പ്രോബ്ലംസ് ഇൻ ദാറ്റ് സീൻ, അല്ലേ? അല്ലെങ്കിൽ അത് ക്യാമറയുടെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഷോട്ട്സ് വേർ ടു ഡാർക്ക്. എടുത്തിട്ടുണ്ടായിരുന്ന രംഗങ്ങളെല്ലാം വളരെ ഇരുട്ട് കലർന്നതായിരുന്നു. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് merging combine almost completely with the background of the leaves and trees, അല്ലേ? അതായത് നമുക്ക് കടുവയെ എടുത്തു കാണിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട്? കടുവ മരങ്ങളോടും അതുപോലെ തന്നെ ഇലകളോടും കൂടെ ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരുന്നു. എന്താണ് അതിന് കാരണം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ്സിനെ കുറിച്ച്, അല്ലേ? അങ്ങനെ ഇവർ ഈ കടുവ അടങ്ങുവോളം കാത്തുനിന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലൈറ്റ്സ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സൂര്യപ്രകാശവും മറ്റും. പിന്നെ ഇവർ പ്രോപ്പർലി ആയിട്ട് ചിലപ്പോൾ ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അത് ക്യാമറൻ്റെ തെറ്റായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ദ ഷോട്ട്സ് വേർ ടു ഡാർക്ക് സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് merging almost completely with the ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീസ് ആൻഡ് ലീവ്സ്. അപ്പോൾ നമ്മൾ കടുവയെ എടുത്തു കാണിക്കുന്നുണ്ടോ? ഇല്ല. കടുവ നമ്മുടെ മരങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആകെ മിക്സ് ആയിക്കാണ്ട് നിൽക്കുകയാണ്. ഓക്കെ, വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ആൾ ഓവർ അഗെയിൻ. അതായത് ഇവർക്കിനി ആ രംഗങ്ങൾ തുടക്കം മുതലേ എന്ത് ചെയ്യണം? ഷൂട്ട് ചെയ്യണം. വി സ്പോക്ക് ടു മിസ്റ്റർ തോററ്റ് ആൻഡ് ഹി അഗ്രീ ടു ഗീവ് ഇറ്റ് അനദർ ഗോ. ഞങ്ങൾ ഇത് ആരോട് സംസാരിക്കുന്നു? മിസ്റ്റർ തോററ്റിനോട് സംസാരിക്കുന്നു. ആൻഡ് ഹി അഗ്രീ ടു ഗീവ് ഇറ്റ് അനദർ ഗോ, അല്ലേ? അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു, നമുക്ക് മറ്റൊരു ദിവസം എന്ത് ചെയ്യാം? പോകാമെന്ന് സമ്മതിച്ചു. അതായത് മറ്റൊരു ദിവസം നമുക്ക് ഷൂട്ടിങ്ങിന് കടുവയെ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു തരാമെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ കുട്ടികളെ, എന്തായിരുന്നു നോട്ടൂങ്രാമിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഷൂട്ടിംഗ് സക്സസ്ഫുൾ ആയിരുന്നോ ഫെയിലിയർ ആയിരുന്നോ? ഫെയിലിയർ, ബിക്കോസ് ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. എന്താണ് കാരണം? എന്താണ്? ദ ഷോട്ട്സ് വേർ ടു ഡാർക്ക് സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് merging almost completely with the background of the trees and leaves. ഓക്കെ, ഇനി ഇവർക്ക് വീണ്ടും ആ ഷോട്ട്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്റ്റർ തോററ്റ് സമ്മതിക്കുന്നു, അല്ലേ? വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ആൾ ഓവർ അഗെയിൻ. വി സ്പോക്ക് ടു മിസ്റ്റർ തോററ്റ് ആൻഡ് ഹി അഗ്രീഡ് ടു ഗീവ് ഇറ്റ് അനദർ ഗോ. We found another bamboo grove closer to Calcutta in a village called Boral. അങ്ങനെ ആദ്യത്തെ നോട്ടൂങ്രാമിലല്ലായിരുന്നു, അല്ലേ? ഇവിടെ അവർ സ്ഥലം മാറ്റുന്നു. അവർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാംബു ഗ്രൂവ് കണ്ടെത്തി. എവിടെ വെച്ചിട്ടുള്ള? കൽക്കട്ടയിൽ അടുത്ത് വെച്ചിട്ടുള്ള, കൽക്കട്ടയ്ക്ക് അടുത്തായിട്ടുള്ളൊരു ഗ്രാമം, അല്ലേ? ഇതിൻ്റെ പേരെന്തായിരുന്നു? ബോറൽ എന്നായിരുന്നു പേര്. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വരികയാണ്. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ വിത്ത് മിസ്റ്റർ തോററ്റ് ദ ടൈഗർ. അതായത് ഒരു തവണ കൂടി അവിടെ ലോറി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തോററ്റിൻ്റെ കൂടെ ലോറിയിൽ കൂട്ടിൽ ആരും ഉണ്ടായിരുന്നു? ടൈഗർ ഉണ്ടായിരുന്നു. ദ സ്റ്റീൽ വയർ, ദ സ്പെഷ്യൽ കോളർ ആൻഡ് ദ അയൺ റോഡ്, അല്ലേ? അതുപോലെ തന്നെ ആ സ്റ്റീൽ വയറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ കോളർ, അല്ലേ? നമ്മുടെ കടുവയുടെ രോമം ഉയർന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കാതിരിക്കാൻ ഇവരൊരു കോളർ മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൊണ്ടുവന്നു. ആൻഡ് ദ അയൺ റോഡ്, ഒരു 5 അടി അയൺ റോഡും കൊണ്ടുവന്നു.
ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ആ ലോറിയുടെ കൂടെ ആ ഗ്രാമത്തിലുള്ള സകല ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എടോ അവിടെ ഷൂട്ടിംഗ് ഉണ്ട്, പോയി നോക്കാം, നമ്മുടെ സത്യജിത് റായയുടെ സിനിമയാണ്, കടുവ വരുന്നുണ്ട്, കടുവ അല്ലേ. We told the villagers that they should stand at a distance of 70 feet. അല്ലേ, ഞങ്ങൾ ഗ്രാമീണരോട് പറഞ്ഞു, നിങ്ങൾ ഏകദേശം ഒരു 70 അടിയോളം ഒന്ന് പുറകിൽ നിൽക്കിട്ടോ എന്ന് എന്ത് ചെയ്തു നമ്മുടെ സിനിമാക്കാർ ഗ്രാമീണരോട് പറഞ്ഞു. ഇവർ കേൾക്കുന്നുണ്ടോ? എവിടെ അല്ലേ. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വേർ ടോൾഡ്. അവരെന്താണ് പറഞ്ഞത് അതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. The entire crowd moved as close to the camera as they could. അല്ലേ, അപ്പൊ ഇത് കേട്ടതും നേരത്തെ ഇവർ പറഞ്ഞു എന്താണ്, they should stand at a distance of 70 feet. ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? No one paid any attention. ഇത് കേട്ടതും the entire crowd, ആ മൊത്തം ജനങ്ങളും move as close to the camera as they could. കുറച്ച് മുട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് കഴിയുന്ന പോലെ ഇവർ അടുത്ത് നിൽക്കാൻ തുടങ്ങി, ക്യാമറയുടെ കൂടെ അടുത്ത് നിൽക്കാൻ തുടങ്ങി. We could not afford to waste any more time. Afford, have enough എന്നൊക്കെ അർത്ഥം വരിക. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടും കാര്യങ്ങൾ തർക്കിച്ചിട്ടുള്ള സമയം ഞങ്ങൾക്കില്ലായിരുന്നു. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, ക്യാമറ ഞങ്ങൾ റെഡിയാക്കി. ആൻഡ് സിഗ്നൽ ടു മിസ്റ്റർ തോററ്റ്. എന്നിട്ട് തോററ്റിന് ഞങ്ങളൊരു സിഗ്നൽ കൊടുത്തു, നമ്മുടെ ഷൂട്ടിങ് തുടങ്ങാനായിട്ടൊരു സിഗ്നൽ കൊടുത്തു. അങ്ങനെ തോററ്റിന് നിർദ്ദേശം കൊടുത്തു, എടാ നമുക്ക് ഷൂട്ടിങ് തുടങ്ങല്ലേ. ഓക്കെ റൈ സർ. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. അല്ലേ, അങ്ങനെ തോററ്റ് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, കടുവയുടെ കൂട് തുറക്കുന്നു. ദ ഇൻസ്റ്റന്റ് ദ ഡോർ ഓപ്പൺഡ് വിത്ത് എ ക്ലാങ്. ക്ലാങ്, ഇറ്റ്സ് എ സൗണ്ട്. നമ്മൾ ഗേറ്റ് ഒക്കെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് അത്. ആ നിമിഷത്തിൽ നമ്മുടെ ഡോറ് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെട്ട് കാണും. എന്ത് ചെയ്തു, ഡോർ തുറന്നു. അവർ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. എങ്ങനെയാണ് ടൈഗർ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വിത്ത് എ ലൗഡ് റോർ. റോർ, അലർച്ച അല്ലേ, കുതിച്ചങ്ങനെ ചാടി നമ്മുടെ ടൈഗർ. ഇങ്ങനെ അതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ആൻഡ് ചാർജ്ഡ് സ്ട്രൈറ്റ് അറ്റ് ദ വില്ലേജേഴ്സ് ഗാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. നമ്മുടെ ഗ്രാമീണർ എന്തുണ്ട്, ഗാദേർഡ് ഗ്രൂപ്പ് അല്ലേ, നമ്മുടെ ക്യാമറക്ക് ചുറ്റും എന്ത് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അല്ലേ. ഇവർക്കെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കടുവയാണ് ചാർജ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗഡ്ലി റോർ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ആളുകളൊക്കെ പേടിച്ചു. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് 150 പീപ്പിൾ, ഏകദേശം ഒരു 150 ആളുകളൊക്കെ ഉണ്ടാവും. മെൽറ്റഡ് അവേ ആസ് ഈഫ് ബൈ മാജിക്. അവയൊക്കെ എന്ത് ചെയ്തു, മെൽറ്റഡ് അവേ, അലിഞ്ഞില്ലാതായി. അതായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, അങ്ങ് ഇല്ലാതായി, അലിഞ്ഞങ്ങനെ ഇല്ലാതായി എന്നാ പറഞ്ഞിട്ടുള്ളത്. പൊടിയിട്ട് നോക്കി അവരാരും കാണില്ല, ഐസ്ക്രീം അറിയണ പോലെയാണ് ഇല്ലാതായി, പേടിച്ചിട്ട് അല്ലേ. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, അതായത് കടുവയുടെ അതുവരെ കടുവ ഇങ്ങനെ എനർജി തന്നെ എനർജി ഇങ്ങനെ പൊട്ടി തെറിച്ചിങ്ങനെ കാണിക്കുക. കടുവ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ അലറി വിളിച്ച് നിൽക്കുക. ആഫ്റ്റർ ദ ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി, അതായത് കടുവയുടെ ആ എനർജിയൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം ദ ടൈഗർ കാമഡ് ഡൗൺ വെരി ക്വിക്ക്ലി. കടുവ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ശാന്തനായി. ലൈക്ക് എൻ ഒബീഡിയൻ ചൈൽഡ്, ഒരു അനുസരണശീലമുള്ള ഒരു കുട്ടിയെ പോലെ. ഇറ്റ് വാക്കഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ. ഞങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ആ ഭാഗത്തിലൂടെ കടുവ നടക്കുകയാണ്. പേസഡ് അബൌട്ട് ക്വൈറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്കേർഡ് ടു. അല്ലേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കടുവ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. എന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. എന്നിട്ട് തിരിച്ച് തൻ്റെ ട്രെയിനറുടെ അടുത്തോട്ട് എന്ത് ചെയ്യുന്നു, വരുന്നു. ആംബിൾഡ് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. സോ ദ ഷൂട്ടിംഗ് ഈസ് ഓവർ അല്ലേ. അതാ, അപ്പോൾ നമ്മൾ 2 സ്ഥലങ്ങളിൽ നമ്മൾ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതെല്ലാമായിരുന്നു മക്കളെ സ്ഥലം? നോട്ടുംഗ്രാമിലും ബോറലിലും. ഷൂട്ടിംഗ് സക്സസ്ഫുൾ ആയത് എവിടെയാണ്? ബോറലിലാണ്. നമ്മുടെ നോട്ടുംഗ്രാമിൽ എത്ര കടുവയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? 2 കടുവയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ആക്ടിങ് ദ ടൈഗർ ബിഹേവിയർ ലൈക്ക് ഇൻ എ സർക്കസ്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? കടുവ ഇറങ്ങുന്നു അല്ലേ, ചാർജഡ് അഗെയിൻസ്റ്റ് ദ വില്ലേജേഴ്സ്. എല്ലാ വില്ലേജേഴ്സും പേടിച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഓടി രക്ഷപ്പെടുന്നില്ല. പിന്നെ ആരും കാണുന്നില്ല എന്നാ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കടുവ അടങ്ങുന്നു. ലൈക്ക് ആൻ ഒബീഡിയൻ ചൈൽഡ് ഇറ്റ് വാക്കഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചൂസൺ, പേസഡ് അബൌട്ട് ക്വൈറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്കേർഡ് ടു, ആൻഡ് ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുകയാണ്, നമ്മുടെ ട്രെയിനറുടെ അടുത്തോട്ട് വരികയാണ്. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം.
ഈ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാമറ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് വി റിയലൈസ്ഡ് 2 days later. അത് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് 2 ദിവസത്തിന് ശേഷമാണ്. വെൻ വി റിട്ടേൺ ടു കൽക്കട്ട ആൻഡ് സോ ദ സീൻസ് വി ഹാഡ് ഷോട്ട്. അല്ലേ, ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്ന ആ രംഗങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ക്യാമറ ഇപ്രാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. സോ അവർ ചാപ്റ്റർ ഈസ് ഓവർ. ഇറ്റ്സ് എ simple memoir written by our Satyajit Ray. So students, let's wind up our class. Thank you.